ഇന്ന് തിങ്കളാഴ്ച ആയാലും 75 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസമായിരിക്കും എന്ന് ചോദിച്ചത്. അപ്പോൾ 75 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 75നെ 7 വെച്ച് ഹരിക്കുക. 7 10 70, ശിഷ്ടം 5. ശിഷ്ടം എത്ര വന്നോ ആ തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ കൂടെ തിങ്കളിൻ്റെ കൂടെ 5ഉം കൂടി കൂട്ടണം. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ശനിയാണ് ഉത്തരം, ഓപ്ഷൻ സി. അതായത് 75നെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം 5 വരുന്നത്, തിങ്കളിൻ്റെ കൂടെ 5 കൂടെ കൂട്ടുക. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി ഇത് വ്യത്യാസം നല്ലതുപോലെ മനസ്സിലാക്കുക. ഇന്ന് തിങ്കളാഴ്ച ആയാലും 64-ാം ദിവസം, 64 ദിവസം കഴിഞ്ഞല്ലേ പറയുന്നത്, 64-ാം ദിവസം ഏതാഴ്ചയാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വേണം എടുക്കാൻ. 64-ൻ്റെ തൊട്ട് മുമ്പുള്ള 63. 7 വെച്ച് ഹരിക്കുമ്പോൾ 7 9 63. ശിഷ്ടം 0ആണ്. അതുകൊണ്ട് ആ ദിവസം തന്നെ വരും, തിങ്കൾ തന്നെ വരും. തിങ്കളുടെ കൂടെ 0യും കൂടെ കൂട്ടിയാൽ മതി. അതായത് തിങ്കൾ തന്നെ വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 64-ാം ദിവസം എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ വേണം എടുക്കുക. 63നെ 7 കൊണ്ട് ഹരിക്കുക. അതായത് ശിഷ്ടം 0, തിങ്കളിൻ്റെ കൂടെ 0യും കൂടെ കൂട്ടുക, തിങ്കൾ. 64-ാം ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് 63നെ ഹരിക്കണം. 64 ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ 64നെ 7 കൊണ്ട് ഹരിക്കണം.